Somehow, I feel something creepy about this night. Can you sense something? You mean something mystical, a blend of horror, mystery and fantasy? Yeah, with supernatural elements as well. Brings to mind that recent movie. But here, we take you to a breathtaking mystical drama, Kattanar. പ്രകാശവും അന്ധകാരവും നേർക്കുനേർ നിന്ന പുരാതന കാലം, വിശ്വാസത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ഈരടികൾ പിറന്ന കേരള മണ്ണിൽ പ്രചുര പ്രചാരം നേടിയ രണ്ട് മഹാശക്തികളുടെ കഥ ആരംഭിക്കുകയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കടമറ്റത്തു കത്തനാരും കേരളത്തിലെ വില്ലടിച്ചാൻ പാട്ടുകളിലും നാടോടി കഥകളിലും ഭീതി ജനിപ്പിച്ച കള്ളിയങ്കാട്ട് നീലിയും സമന്വയിക്കുന്ന ഐതിഹ്യ കഥയുടെ രംഗാവിഷ്കാരം കത്തനാർ. ഹാ, നമ്മുടെ തോമാച്ചനല്ലേ ഇരിക്കുന്നേ? എന്തു പറ്റി തോമാച്ച, തനിക്കൊരു വിഷമം? ഏയ് ഒന്നുമില്ല. ഞാനേ ഓരോ നാട്ടിലെ പേടിപ്പിക്കണ ഇഷിക്കഥകളൊക്കെ കേട്ടപ്പോൾ ഇവിടെയും വരുമോ എന്നൊരു ഭയം. താൻ എന്തോന്നാ തോമാച്ച ഈ പറയണേ? നമ്മുടെ കടമറ്റത്തച്ഛനുള്ളപ്പോൾ എന്തോന്ന് പേടിക്കാൻ? ദേ ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. ഞാൻ പഴകന്നൂരിലെ ഗ്രാമത്തലവും പറഞ്ഞിട്ട് അച്ഛനെ അന്വേഷിച്ചു വന്നതാ. അച്ഛൻ അത്രയ്ക്ക് കേമനാണോ? കടമറ്റത്തച്ഛനെ അറിയില്ലെന്നോ? പറഞ്ഞു തീർന്നില്ല. ദാ രക്തരക്ഷസുകളെപ്പോലും തൻ്റെ മുൻപിൽ മുട്ടുകുത്തിച്ച കടമറ്റത്തച്ഛനല്ലേ ആ വരുന്നേ? അച്ഛാ, അങ്ങയെ കാണാൻ പഴകന്നൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഓഹോ, എന്താണാവോ കാര്യം? അച്ഛാ, അവിടെ നീലിയുടെ ഉപദ്രവം വല്ലാതെ കൂടിയിരിക്കുന്നു. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ പുറപ്പെട്ടോളൂ, ഞാൻ ഉടനെ എത്താം. ശരി അച്ഛാ. അച്ഛാ, ഈ നീലി എങ്ങനെയാ യക്ഷിയായി മാറിയത്? നീലിയുടെ കഥ ഒരു സാധാരണ കഥയല്ല. ദുഃഖവും വഞ്ചനയും ചേർന്ന ജീവിതത്തിൻ്റെ ഒരു വിലാപമാണത്. ചോളരാജ്യം. കൊല്ലവർഷം 30കളിൽ കൊട്ടാരത്തിൽ ചോളരാജാവിന് കുട്ടികൾ ജനിച്ച സന്തോഷം. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. നീലൻ്റെയും നീലിയുടെയും ജനനത്തെ തുടർന്ന് രാജ്യത്തുടനീളം ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. പ്രഭു, രാജ്യം മുഴുവൻ ദുരിതങ്ങൾ അരങ്ങേറുകയാണ്. അനർത്ഥങ്ങളും. രാജ്യത്തെ കന്നുകാലികൾ വരെ നഷ്ടപ്പെടുന്നു. പ്രജകളാകെ പരിഭ്രാന്തിയിലാണ്. രാജഗുരു, എന്താണിതിനൊരു പരിഹാരം? ജ്യോതിഷികളോട് മുഖം കാണിക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. വരാൻ പറയൂ. ഗണിച്ചത് പറയുന്നത് ദുഃഖകരമാണ്. ആചാര്യ, നാം സ്വാർത്ഥ താൽപരനല്ല, പ്രജാക്ഷേമമാണ് മുഖ്യം. പ്രഭു, ഇന്ന് ചോളരാജ്യം അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരണം അങ്ങയുടെ മക്കളാണെന്നാണ് മഷിയിൽ തെളിയുന്നത്. എന്ത്? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ, പഴകന്നൂരിലെ ദേവദാസിയായ കാർവേണിയുടെ മക്കളായ അല്ലിയുടെയും അമ്പിയുടെയും പുനർജന്മമാണവർ. കാർവേണി തൻ മകളായിരുന്നു ചേലൊത്ത പെണ്ണിൻ അല്ലിത്തിടമ്പ്. മാനിന്റെ കണ്ണ് മായാതെ ചുണ്ടിൽ
മോഹിച്ചു പോകും ചിരിയുള്ള പെണ്ണ് കാർവേണി തൻ മകളായിരുന്നു ചേലൊത്ത പെണ്ണിൻ അല്ലിത്തിടമ്പ്. അല്ലി അവിടുള്ള ശിവൻ കോവിലിലെ നമ്പി എന്ന പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ നമ്പി ധൂർത്തനാവുകയും പണത്തിനു വേണ്ടി കാർവേണിയുമായി വഴക്കിടുകയും ചെയ്യുന്നത് പതിവായി. ഇറങ്ങി പോകൂ ഇവിടുന്ന്. ഈ വീടിനെ പടിച്ചവിട്ടരുത്. അല്ലി, അല്ലി, നീ പോകരുത്. അവനെ വിശ്വസിക്കരുത്. നമ്പിക്ക് പണത്തിൽ മാത്രമാണ് കണ്ണ്. ഗർഭിണിയായ എന്റെ മോളെ അവൻ ചതിക്കുമോ മോനെ? അമ്മ പറയുമ്പോൾ എനിക്കും അല്പം ഭയം തോന്നുന്നു. അയാൾ ഉടപ്പിറന്നോളെ എന്തെങ്കിലും ചെയ്യുമോ? അമ്പി, നീയൊന്ന് പോയി നോക്കൂ. ഉള്ളിനുള്ളിലുടലാർന്ന ക്രൂരതയിൽ അന്നു നമ്പി വിടലായുണരെ പല്ലു തന്റെ വിലയാർന്ന പന്തമുടൽ അന്നു കട്ടെടുത്തു കുടിലതയിൽ കല്ലിനാൽ വിരുതി നല്ലിതൻ തന തകർത്തു തല്ലി ചതിയാലയവൻ തേടി വന്നൊരാ അമ്പിയോ വന്നു കണ്ടിത അല്ലി തൻ രംഗം പ്രാണനായ തൻ സോദരിക്കരികിൽ തല തല്ലിടും നമ്പി കല്ലില ഞെട്ടി ഞെട്ടി വിറയാൽ കരിമ്പനകളൊത്തുലഞ്ഞു പക കൊണ്ടകലേ. വർഷങ്ങൾക്കു ശേഷം ചോളരാജാവിൻ്റെ മക്കളായി പ്രതികാരദാഹികളായ അല്ലിയും അമ്പിയും നീലിയും നീലനുമായി പുനർജനിച്ചു. പ്രഭു, ഇതിനുള്ള പരിഹാരം അങ്ങ് തന്നെ നിർദ്ദേശിച്ചാലും. ആരെവിടെ? പ്രശ്ന പരിഹാരാർത്ഥം കുട്ടികളെ നാഗർകോവിലിന് സമീപത്തുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിക്കാൻ നാം കൽപ്പിക്കുന്നു. പ്രഭു, നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കരുതേ. കാലങ്ങൾക്ക് ശേഷം പഞ്ചവങ്കാട് എന്ന ദേശത്ത് വിഹരിച്ചിരുന്ന നീലിയും നീലനും ആ പ്രദേശത്തെ ആളുകളെ ഭയപ്പെടുത്തുവാൻ ആരംഭിച്ചു. ഗ്രാമവാസികളുടെ അപേക്ഷപ്രകാരം നീലനെയും നീലിയെയും തളയ്ക്കാൻ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി. നീലനെ തളയ്ക്കാൻ സാധിച്ചു. പക്ഷേ നീലി ഉഗ്രരൂപം കൈക്കൊണ്ട് യക്ഷിയായി വിഹരിച്ചു. നീലിയായി വാടും ദേവി നീതായേ മായികാരൂപേ മാതകീയേ നിന്നിലല തല്ലും വീരപദതാളം ചൊല്ലഴകിലാടി പാടി നിറയേ പൂച്ചിലമ്പു മൂളും നാഗമഴ തോരാ നാട്ടുപഴകന്ധ പാട്ടു തുടരെ ഒരു രാവേതു പകയോതാൻ വിരലിൽ നീണ്ട നഖമാകാൻ അധരങ്ങൾക്കു നിറമേകാൻ കരുതാൻ നല്ല താമ്പൂലം ഒരു രാവേതു പകയോതാൻ വിരലിൽ നീണ്ട നഖമാകാൻ അധരങ്ങൾക്കു നിറമേകാൻ കരുതാൻ നല്ല താമ്പൂലം. കള്ളിയങ്കാട് എത്തിട്ടോ. എനിക്ക്
എനിക്ക് പേടിയാകുന്നു. കത്തുനാളിൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. പിന്നെ നിനക്ക് ഇത്ര പേടിയോ? ഞാനല്ലേ കൂടെ ഉള്ളത്. ദേ, അവള് നീലിയ, അത് ഉറപ്പാ. വാ വാ വാ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ഈ പാതിരാത്രിക്ക് ഈ കാട്ടുവഴിയിൽ, അതും ഒറ്റയ്ക്ക്. ആരാണീ സുന്ദരി? ഞാനോ? ഞാൻ ഈ കാടിന്റെ മകളാണ്. എനിക്കാരുമില്ല. ഹോ, നിന്റെ ഒരു അഴക് കണ്ടാൽ ആരാണ് മോഹിച്ചു പോകാത്തത്? നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് കൂട്ടായി വരാം. വിഷമമോ? എനിക്കോ? എനിക്ക് വിഷമമില്ല പ്രിയനെ. എനിക്കിപ്പോൾ ദാഹം മാത്രമേ ഉള്ളൂ. ആ ദാഹം മാറ്റാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ദാഹമോ? എൻ്റെ ദാഹം അതങ്ങനെയല്ല പ്രിയനെ. അത് വെള്ളം കൊണ്ടോ ആഹാരം കൊണ്ടോ മാറില്ല. ഏറ്റവും ചൂടുള്ള, ഏറ്റവും മധുരമുള്ള ഒരു പുരുഷന്റെ നെഞ്ചിലെ ചോരയാണ് എനിക്ക് വേണ്ടത്. നീ ആരാണ്? ഞാനോ? ഞാനാണ് കള്ളിയങ്കാട്ട് നീലി. നിങ്ങളെ പോലുള്ള കാമാർത്തന്മാരുടെ ചോരയൂറ്റി കുടിക്കുന്നവൾ. ഗ്രാമത്തിലെത്തിയ സഹയാത്രികൻ ആളുകളെ കൂട്ടി തൻ്റെ കൂട്ടുകാരൻ നീലിയുടെ പിടിയിലകപ്പെട്ടത് അറിയിക്കുന്നു. അങ്ങനെ എന്റെ കൂട്ടുകാരൻ നീലിയുടെ പിടിയിൽ അകപ്പെട്ടു. എന്ത്? നിങ്ങൾ കള്ളിയങ്ങാട് കൂടിയാണോ വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ആ വഴി വരരുതെന്ന്. കടമറ്റത്തച്ഛൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. കുറച്ചു നേരം കൂടി നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. കടമറ്റത്തച്ഛ, സമയമേറെയായി. ഇപ്പോൾ തിരിച്ചാലേ സന്ധ്യയ്ക്ക് മുൻപ് അങ്ങെത്തുള്ളൂ. മലയറയന്മാരിൽ നിന്നും പഠിച്ച കടുത്ത മന്ത്രം ഇവിടെ പ്രയോഗിച്ചേ തീരും. ആ നാടിനെ രക്ഷിക്കാൻ ഇനി അതേ ഉള്ളൂ വഴി. ശമാശ, വാ പോകാം. എൻ്റെ വടിയും കുരിശും ഇങ്ങെടുത്തോ. ആ, എടുത്തച്ചോ, ഒന്നും മറന്നിട്ടില്ല. കഥ പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. എന്തായാലും അർദ്ധരാത്രി കഴിയും കള്ളിയങ്കാട് കടന്ന് പഴകന്നൂർ ഗ്രാമത്തിലെത്താൻ. എന്റെ പൊന്നച്ചോ, ഓടിക്കോ ഓടിക്കോ. ആരാണ് നീ? ഞാൻ ഈ കാടിന്റെ മകളാണ്. അങ്ങനെ ഭയക്കേണ്ട. ഒന്ന് മുറുക്കാൻ ഇത്തിരി ചുണ്ണാമ്പ് തരുമോ? ഓ, തരാമല്ലോ. ഞാൻ ചുണ്ണാമ്പല്ലേ ചോദിച്ചത്. ആ ഇരുമ്പാണി ഒന്ന് മാറ്റാമോ? അതിനെന്താ? അങ്ങനെ തളയ്ക്കപ്പെട്ട നീലിയെയും കൊണ്ട് യാത്രയായ കത്തനാർ ആ രാത്രി തങ്ങാൻ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വളരെ നാളായല്ലോ മകനെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. തരപ്പെട്ടില്ല. ഇവളേതാ? ആശ്രിതയായി കൂടെ കൂടിയതാണ്. എന്താ ചോദിച്ചത്? എനിക്ക് സഹായത്തിനിവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? വിരോധമില്ല. വേണമെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിച്ചേക്കാം. നേരം എത്രയായില്ലേ? ഇന്ന് ഞാനും ഇവിടെ തങ്ങുകയാണ്.
മോളെ, നിന്റെ മുടിയിഴകൾക്ക് എന്തൊരു ഭംഗിയാണ്. അയ്യോ, ഇതെന്താ ഒരാണി പോലെ? ഇരുമ്പാണിയല്ലേ ഇത്? മോളെ, ഇതെങ്ങനെ നിന്റെ തലയിൽ വന്നു? ഇത് തലയിലിരുന്നിട്ട് ഭയങ്കര വേദനയാ. ഞാനിത് ഊരിയെടുക്കട്ടെ? ആ, എന്നാ വേഗാവട്ടെ. തലയിൽ തറച്ചിരുന്ന ആണി ഊരിക്കളഞ്ഞു അല്ലേ? എന്നാലത് പ്രശ്നമാണ്. നിൽക്കവിടെ. നീ എവിടെ പോകുന്നു? എന്നെ തളയ്ക്കാൻ ഇനി നിങ്ങൾക്കാവില്ല. നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല നീലി. നീ ഇനി കീഴടങ്ങിയേ തീരൂ. ഇല്ല ഇല്ല, എന്റെ പ്രതികാരദാഹം ഇനിയും അടങ്ങിയിട്ടില്ല. സാധാരണക്കാരെ ഉപദ്രവിച്ച് നിനക്കിനിയും മതിയായില്ല. ഇനി മേലിൽ നീ ജനങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഇവിടെ കുടിയിരിക്കാൻ നിന്നെ അനുവദിക്കാം. അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഹോമിച്ചു കളയും. ഇതിലേതാണ് നിനക്ക് സമ്മതമെന്ന് പറയുക? അരുതേ, എന്നെ സംഹരിക്കരുത്. ആരെയും ഉപദ്രവിക്കാതെ അങ്ങയുടെ ദാസിയായി ഇനിയെന്നും ഇവിടെ കുടിയിരുന്നു കൊള്ളാം. ഇത് സത്യം, സത്യം, സത്യം. ശരി, അങ്ങനെയാവട്ടെ. ഇനിയുള്ള നിന്റെ ജീവിതം നാടിൻ്റെ നന്മയ്ക്ക് മാത്രമുള്ളതായിരിക്കട്ടെ. പ്രതികാരം അതൊന്നിനും ഒരു പരിഹാരമല്ല. കാലം മായും, കഥകൾ മായാതെ നിലനിൽക്കും. അഗ്നിശുദ്ധി വരുത്തിയ മനസ്സും ദൈവീക ശക്തിയാൽ നിറഞ്ഞ കൈകളുമായി കടമറ്റത്ത് കത്തനാർ, ഒരദ്വിതീയ പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കേവലം മാന്ത്രിക വിദ്യകളായിരുന്നില്ല, മറിച്ച് അന്ധകാരത്തെ ഭേദിച്ച് പ്രകാശം പരത്തി മനുഷ്യൻ്റെ ദുരിതമകറ്റാനും നന്മയെ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ദൈവനിയോഗമായിരുന്നു. കടമറ്റം പള്ളിയിലെ മണിനാഥമായും ഐതിഹ്യങ്ങളിലെ വെളിച്ചമായും കത്തനാർ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു.